എന്താ കുറ്റം? അത് കുന്തി ദേവി എന്ന് പറഞ്ഞു. ഷീസ് വെരി ഫേമസ്. ബോബി ഇങ്ങനെ ആക്കുന്നേ ഉള്ളൂ. ഹണി റോസ് കൈ കൊണ്ടുവയ്ക്കുന്നു, ഇദ്ദേഹം കൈ മുകളിലോട്ട് പോകുന്നു. ഇങ്ങനെ ഒരാളിനെ കറക്കാൻ പറ്റില്ലല്ലോ. ബോബി ഉദ്ദേശിച്ച ചേട്ടത്തര എല്ലാവർക്കും അറിയാം. ദ്വയാർത്ഥ പ്രയോഗത്തിന് ഒരു കേസ് എടുക്കാൻ പറ്റത്തില്ലെന്നേ. നമസ്കാരം. നടി ഹണി റോസുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തെ തുടർന്ന് ജയിലിലായ ബോബി ചെമ്മന്നൂരിൻ്റെ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതിയിൽ എത്തുകയാണ്. കോടതി ബോബി ചെമ്മന്നൂരിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും നാളെ കൈക്കൊള്ളുക? ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കാം. അതിഥി അയച്ചിരുന്നു ശ്രീ സ്റ്റാലിൻ ദേവൻ. വെൽക്കം സർ, വെൽക്കം ടു ഇൻ്റർവ്യൂ. നമസ്കാരം. ബോച്ചയുടെ കാര്യത്തിൽ ഒരു തീരുമാനം നാളെയാകും. അതിനി ശേഷിക്കുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രം. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ബോച്ചയുടെ കാര്യത്തിൽ കോടതി എന്ത് നിലപാടായിരിക്കും കൈക്കൊള്ളുക? ബോച്ചയ്ക്ക് നാളെ 100% ജാമ്യം കിട്ടും. എന്തുകൊണ്ട്? കാരണം നമ്മൾ ഇപ്പോൾ റെഗുലർ ജാമ്യമാണല്ലോ. അപ്പോൾ കസ്റ്റഡി പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് എപ്പോഴും ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇയാളെ കസ്റ്റഡിയിൽ വേണം എന്നുള്ള ആ ഒറ്റ ഗ്രൗണ്ടിലാണ് ഈ ജാമ്യം കൊടുക്കുകയോ നിഷേധിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഫെയർ ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ ഇവിടെ ബോച്ചയെ സംബന്ധിച്ച ആരോപണങ്ങൾ നോക്കുകയാണെങ്കിൽ ആ തെളിവുകളൊക്കെ വന്നിട്ട് പബ്ലിക് ഡൊമൈനിൽ ഡീറ്റെയിൽ എവിഡൻസ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇദ്ദേഹത്തിന് കസ്റ്റഡി കിട്ടിയിട്ട് അല്ലെങ്കിൽ റിമാൻഡിൽ വച്ചിട്ട് ഫർദർ എന്ത് ഇൻവെസ്റ്റിഗേഷനാണ് നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. രണ്ടാമത്, അങ്ങനെ ആയിരുന്നു എങ്കിൽ ഈ വിചാരണ മജിസ്ട്രേറ്റ് ആ ജാമ്യം അന്ന് തന്നെ അനുവദിക്കേണ്ട ഒരു കേസായിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ബോച്ചയ്ക്ക് ജാമ്യം ലഭിക്കണമായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇത് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു അവകാശം. അപ്പോൾ എപ്പോഴെങ്കിലും അയാളെ ഈ ഒരു വകുപ്പിൽപ്പെടുത്തിയിട്ട് ജുഡീഷ്യൽ റിമാൻഡിൽ വിടുമ്പോൾ അദ്ദേഹത്തിന് ആ അവകാശം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ വളരെ സ്പെയറിംഗ് ആയിട്ടും അത്യാവശ്യ സന്ദർഭത്തിൽ മാത്രം കോടതി ചെയ്യേണ്ട ഒരു കാര്യമാണ് ജാമ്യം നിഷേധിക്കുക. അപ്പോൾ ഈ കേസ് ഞാൻ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബോച്ചയ്ക്ക് ജാമ്യം നിഷേധിക്കേണ്ട യാതൊരു കാരണവും അന്ന് കോടതിക്ക് ഇല്ലായിരുന്നു. മറ്റൊരു കാര്യം, ഈ ഹണി റോസ് വന്നിട്ട് 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു. അതും ഇതേ ജഡ്ജിക്ക് തന്നെയാണ് കൊടുത്തിരുന്നത്. അതേ ജഡ്ജിയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ രാമൻപിള്ളയ്ക്ക് പോലും അറിയില്ല എന്തായിരുന്നു ഈ രഹസ്യ മൊഴി കൊടുത്തതെന്ന്. തീർച്ചയായും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഹണി റോസിനൊരു കൂടുതൽ ഫേവർ കിട്ടിയില്ലേ, ഒരു കൂടുതൽ വാദം നടത്താൻ പറ്റിയില്ലേ. രഹസ്യമായിട്ട് മജിസ്ട്രേറ്റിനോട് കാര്യങ്ങൾ പറയുക, അത് ആ മജിസ്ട്രേറ്റിൻ്റെ മനസ്സിനെ സ്വാധീനിക്കുക, അത് വന്നിട്ട് ഈ ജാമ്യാപേക്ഷ വാദത്തിൽ പ്രതിഫലിക്കുക. ശരി. അപ്പോൾ അതിപ്പോൾ രാമപിള്ള സാർ അത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അത് അപ്പോൾ ആർട്ടിക്കിൾ 14 ലംഘനമാണ്. ഈക്വാലിറ്റി ബിഫോർ ലോ കിട്ടിയിട്ടില്ല അവിടെ. ബോച്ചയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെന്താണ് യഥാർത്ഥ കാരണത്തിൽ? ഇപ്പോൾ കാരണം ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ ആവശ്യമില്ല. നമ്മൾ പ്രഥമദൃഷ്ട്യാ നോക്കുമ്പോൾ ഇതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. രണ്ടാമതൊരു കാര്യം, ഇത് വന്നിട്ട് 7 വർഷം വരെ ശിക്ഷ ലഭിക്കാൻ പറ്റുന്ന കേസുകളിൽ വന്നിട്ട് ഈ ഒരു അറസ്റ്റ് നടത്തിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു നോട്ടീസ് കൊടുത്തിട്ട് ഇന്ന ദിവസം ഇത്ര മണിക്ക് നിങ്ങളിവിടെ ഹാജരാകണമെന്നൊരു ഇൻഫർമേഷൻ കൊടുത്തത്. ആ സമയത്ത് അദ്ദേഹം അവിടെ വന്ന് പിന്നെ ഈ ചോദ്യം ഒക്കെ ചോദിച്ചതിന് ശേഷം പോലും അകാരണമായിട്ട് വ്യക്തമായ കാരണങ്ങളില്ലെങ്കിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തെന്നല്ല, ഒരു വ്യക്തി എക്സ്ക്യൂസർ ആരായാലും എന്നുള്ള നിയമം നിലനിൽക്കേ ഇവിടെ എന്താ സംഭവിച്ചത്? 7-ാം തീയതി ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നു, രാത്രി വളരെ നാടകീയമായിട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നു. ഞാനിപ്പോൾ ബോച്ചയുടെ ഐ ഹേറ്റ് ദാറ്റ് ഫെലോ, പക്ഷേ എന്നാലും ഞാൻ വേറൊരു വ്യക്തിയായിട്ട് സങ്കല്പിച്ചാൽ പോലും എന്നിട്ട് ഇവിടെ നിയമത്തിൻ്റെ കണ്ണിലൂടെ മാത്രം, അല്ലാതെ ഞാൻ ബോച്ചയ്ക്ക് വേണ്ടി ഈ വക്കാലത്തുമായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയില്ല. ആ ബോച്ചയുടെ സ്ഥാനത്ത് ഞാനാണെന്ന് സങ്കല്പിക്കും. ശരി. അപ്പോൾ കൊണ്ടുവരിക, ആ എന്നെ പ്രൊഡ്യൂസ് ചെയ്യണ അതേ സെക്ഷനിൽ അപ്പോൾ തന്നെ ജാമ്യവാദം കേൾക്കുക, അതേ ജഡ്ജി തന്നെ മുൻപ് ഈ എനിക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്ത ആളിൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിക്കുക. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഇതൊരു ഈ വ്യക്തിക്കെതിരെയുള്ള അവകാശങ്ങളുടെ ലംഘനം തന്നെയാണ്. എന്തായാലും കോടതി ആദ്യഘട്ടത്തിൽ ബോച്ചയ്ക്ക് വേണ്ട പരിഗണന കൊടുത്തില്ല, അല്ലെങ്കിൽ എതിർഭാഗത്തിന് കുറച്ചധികം പരിഗണന കൂടുതൽ കൊടുത്തു. ഒരുപക്ഷെ അവരൊരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം, മേ ബി അതൊന്ന്. രണ്ട്, ബോച്ച എന്ന് പറയുന്ന ഒരു സാമൂഹ്യ മാലിന്യമാണ് എന്നുള്ളൊരു പൊതുബോധം ശരാശരി മലയാളികൾക്കെല്ലാം ഉള്ളതുപോലെ തന്നെ
മജിസ്ട്രേറ്റിനും ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം, മേ ബി, അറിയില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് അറിവുള്ള കാര്യമല്ല. എന്തായാലും അന്ന് കിട്ടിയില്ല. പക്ഷേ നാളെ വീണ്ടും ഇദ്ദേഹം സമീപിക്കുമ്പോൾ ഇതേ കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ മേ ബി ഹയർ അതോറിറ്റീസിൽ നിന്ന് ഒരു പക്ഷേ ബോച്ചയ്ക്ക് ജാമ്യം ലഭിച്ചേക്കാം എന്നാണ് താങ്കൾ പറയുന്നത്. വൺസ് ബോച്ചയ്ക്ക് നാളെ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ തുടർ നടപടികൾ എന്നുള്ള രീതിയിൽ, കാരണം താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന് വേണ്ടി ഹാജരായത് രാമൻപിള്ള വക്കീലാണ്, ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനാണ്. അദ്ദേഹം അത് പേഴ്സണലി എടുത്തിട്ടുണ്ടാവാം. കാരണം അദ്ദേഹത്തിൻ്റെ കക്ഷിക്ക് വേണ്ട പരിഗണന ലഭിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കക്ഷിയുടെ വാദം കോടതി നേരാമണ്ണം കേട്ടില്ല എന്നുള്ളൊരു ഒപ്പീനിയൻ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ ഒരല്പം അല്ല, അദ്ദേഹത്തിന് 1% പോലും സംശയം ഉണ്ടായിരുന്നിരിക്കില്ല. ഓക്കെ, എന്തുകൊണ്ടോ പരിഗണിക്കപ്പെട്ടില്ല. പക്ഷേ ആ സാഹചര്യത്തിൽ ബോച്ചെ നാളെ വീണ്ടും അതേ വാദവുമായി മുന്നോട്ട് വരുമ്പോൾ ബോച്ചയ്ക്ക് നാളെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ രാമൻപിള്ള വക്കീലിനെ പോലെ ഒരു നിയമവിദഗ്ധൻ ഏത് രീതിയിലായിരിക്കും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോവുക? ഈ ക്രിമിനൽ കേസല്ലേ, ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. ഒരുപാട് സമയങ്ങളും കാര്യങ്ങളും ഒക്കെ എടുക്കും. പക്ഷേ ഇവിടെ ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ഇഷ്യൂ വരാൻ പോകുന്നത്, ഈ കേസിൽ ബോച്ചെ ശിക്ഷിക്കപ്പെടാത്ത പക്ഷം, പുള്ളി ഒരുപാട് ഫാൻ ഫെയറൊക്കെ ഉള്ള കക്ഷിയാണ്, ഇഷ്ടംപോലെ കോടികളുള്ള ഒരു മനുഷ്യനാണ്, പുള്ളിയുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിച്ച ഒരു കേസാണിത്. അപ്പോൾ തീർച്ചയായിട്ടും പുള്ളിക്ക് വന്നിട്ടൊരു ഡിഫമേഷൻ കേസ് കൊടുക്കാം. അത് കുറച്ചൊന്നും ആയിരിക്കില്ല എമൗണ്ട്. കാരണം നാളെ ബോബി നിരപരാധിയാണെന്ന് തെളിയിക്കാൻ സാധിച്ചാൽ മാത്രം, നാളെ നിരപരാധിയാണോ അല്ലയോ എന്നല്ലാതെ തെളിയിക്കാൻ പോകുന്നത്. പിന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും ബോബി കുറ്റക്കാരനല്ല നിയമത്തിന്റെ കണ്ണിൽ, അക്യൂസ്ഡ് മാത്രമാണ്. അപ്പോൾ നാളെ തീരുമാനിക്കുന്നത് ഇദ്ദേഹത്തെ ഇനി ഈ സെല്ലിൽ അടച്ചിട്ടേക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ്. ശരി. അപ്പോൾ തൽക്കാലത്തേക്കൊരു ഡിസിഷനാണ് നാളെ ഉണ്ടാകുന്നത്. പിന്നെ ഇദ്ദേഹം കുറ്റക്കാരനോ ഇല്ലേ എന്നുള്ളത് ട്രയലിന് ശേഷം മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ചോദ്യം. അതായത് ഇപ്പം നാളെ ഇദ്ദേഹത്തിന് അകത്തിടണോ പുറത്തിടണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം. ഓൺസ് ഇദ്ദേഹത്തെ പുറത്തിടാൻ തന്നെ തീരുമാനിച്ചു. ഈ കേസിന്റെ നാൾ വഴികൾ മുന്നോട്ട് പോകുമ്പോൾ വിചാരണ നടക്കും. വിചാരണ ഘട്ടത്തിൽ തെളിവുകൾ നാരിഴ കീറി പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം എൻഡ് ഓഫ് ദ ഡേ ബോബി ഒന്നുകിൽ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ കുറ്റക്കാരനല്ല, രണ്ടിലൊരു തീരുമാനത്തിൽ കോടതി എത്തും. ഇനി ഇൻ കേസ് ബോബി നിരപരാധിയാണ്, ബോബി ഇതൊന്നും അറിഞ്ഞ ആളെയല്ല, അദ്ദേഹം ഒരു സാധുവാണ് എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ തെളിയിക്കാൻ, സംശയാതീതമായി തെളിയിക്കാൻ കോടതിക്ക് അല്ലെങ്കിൽ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ബോബി രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ടാൽ ബോബി ഹണി റോസ് എന്ന് പറയുന്ന സിനിമാ നടിക്കെതിരെ, അതായത് തനിക്കെതിരെ പരാതി കൊടുത്ത താരത്തിനെതിരെ തിരിയുമോ ഇല്ലയോ? തീർച്ചയായിട്ടും 100% തിരിഞ്ഞിരിക്കും. അതൊരു ഭയാനകമായ രീതിക്കുള്ള. അങ്ങനെ പോയാൽ ഹണി റോസിന് പിടിച്ചിരിക്കാൻ പറ്റുമോ? കാരണം ഇയാളുടെ ഈ കാശുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ഫെയിമാണ്, സ്റ്റാറാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ബോബിയുടെ മുന്നിൽ ബോബി ഒരു ഡിഫമേഷനുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വാദി പ്രതിയാകില്ലേ, ഹണി റോസ് കുടുങ്ങില്ലേ? തീർച്ചയായിട്ടും കുടുങ്ങും. കാരണം ഇന്നത്തെ ഹണിയുടെ ഒരു അവസ്ഥ ആയിരിക്കില്ല അന്ന് ഒരു പക്ഷേ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് അവരെ കാര്യങ്ങൾ കുടുംബിനിയായിട്ട് താമസിക്കുന്ന സമയത്ത് 12,110 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 കോടിയുടെ ഡിഫമേഷൻ സൂട്ട് ഫയൽ ചെയ്യാം. എന്താണ് വൈപ്പ്? അപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിന് എത്ര കെട്ടി വെച്ചിട്ട് എത്ര കോടി ക്ലെയിം ചെയ്യുന്നുള്ള ഈശ്വരനെ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ എനിക്ക് ഹണിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നല്ലോ, ബോബി ചെമ്മണ്ണൂരിന് തൻ്റെ പൈസയുടെ ഹുങ്കുണ്ടെങ്കിൽ നമുക്കിവിടെ, എനിക്ക് ഇവിടുത്തെ നിയമാവസ്ഥയിലാണ് വിശ്വാസം. ഹണി റോസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അത് ഈ എൻ്റെ അനുഭവത്തിലൂടെ പറയുകയാണെങ്കിൽ ഇത് പറയാൻ വേണ്ടി മാത്രം കൊള്ളാമെന്നുള്ള ഒരു സെൻറ്റൻസാണ്. അതായത് നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഇവിടെ എത്ര പേർക്ക്, നമുക്ക് തന്നെ ഒരുപാട് വിക്ടിംസിനെ അറിയാം, എത്ര പേർക്ക് നീതി കിട്ടിയിട്ടുണ്ട്, എത്ര വർഷം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വൈകി ലഭിക്കുന്ന നീതി അത് നിഷേധിക്കുന്നതിന് തുല്യമാണ്. അതും തുല്യമാണ്. ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ പാർലമെൻറ്റിൽ ഭരണഘടനയെക്കുറിച്ച് ചർച്ച നടന്ന അതിനെ സംബന്ധിച്ച് നമ്മുടെ ഹരീഷ് സാൽവെ സാറാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല, അദ്ദേഹം റിപ്പബ്ലിക്കൻ TV-യിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും നമ്മൾ ഈ ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യാം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് പാർലമെൻറ്റും ജുഡീഷ്യറി. പാർലമെൻറ്റിൽ എങ്ങനെ നല്ല രീതിക്ക് ചർച്ച ചെയ്ത് നിയമങ്ങൾ ഉണ്ടാക്കാമെന്നും നമ്മൾ ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ ഈ നീതി നിഷേധം, ഈ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾക്ക് ഒരു പരിഹാരം കാണാനും നമ്മൾ ചർച്ച നടത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഭാഗ്യം ഇല്ലാത്ത ആൾക്കാർ മാത്രമാണ് വാദിയായിട്ടോ പ്രതിയായിട്ടോ ഒരു കോടതി കേസിൽ പെട്ടുപോകുന്നതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ രണ്ടും ആയിരുന്ന ഒരു വ്യക്തിയാണ്. ഇത് അനന്തമായി നീണ്ടു പോകും. നമ്മുടെ മനസ്സമാധാനം എന്ന് പറയുന്നൊരു സാധനം നശിപ്പിക്കും. ഇപ്പോൾ ഹണിക്ക് ഇഷ്ടംപോലെ സപ്പോർട്ടേഴ്സ് കാണും, കൊടുക്കും, ഞാൻ കൊടുത്തതിൽ അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറയുമായിരിക്കും. യഥാർത്ഥത്തിൽ ഹണിക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള മാരണങ്ങളൊക്കെ പോയി വീണു പോണതിന് മുമ്പ് ആ വ്യക്തിയുടെ ക്യാരക്ടറൊക്കെ ഒന്ന് പരിശോധിക്കണം. ഈ ബോബി ചെമ്മണ്ണൂരിനൊക്കെ പോലെയുള്ള പൈസയ്ക്ക് വേണ്ടി മാത്രം ഈ വൃത്തികെട്ട സാധനങ്ങളൊന്നും സമീപിക്കാതിരുന്നുവെങ്കിൽ ഇന്ന് ഒരുപക്ഷെ ഈ ദുരവസ്ഥയിൽ വരത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരാളുമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ അതേ ടൈപ്പുള്ള
വ്യക്തിയാണ്, സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു വ്യക്തിയാണോ അല്ലേ എന്നൊക്കെ പരിശോധിച്ചിട്ട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യത്തിന് മനസ്സിലായി. അതവിടെ നിൽക്കട്ടെ സർ. ഇതിന് ശേഷമുള്ള കാര്യം, ഒരു പക്ഷേ ഇദ്ദേഹം നിരപരാധിയാണ് എന്നുള്ളൊരു വിധിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഹണി റോസിന് എന്താ പറയുക അനുകൂലമായിട്ടായിരിക്കില്ല കാര്യങ്ങൾ ചെന്നെത്തുക. അത് ഹൈപ്പോത്തറ്റിക്കലാണ്, അത് പിന്നീടുള്ള കാര്യം. പക്ഷേ ഞാൻ ചോദിക്കുന്നത് കേസിൻ്റെ ട്രയൽ വേള നമുക്കൊന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതും ഈ ഹൈപ്പോത്തറ്റിക്കലാണ് എന്നിരുന്നാൽ പോലും ചോദിക്കുകയാണ്, നിലവിൽ കുറേ അധികം തെളിവുകൾ ഇയാൾക്കെതിരെ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം ആരോപണങ്ങൾ 164 ഉൾപ്പെടെ ഹണി റോസ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കോടതി പരിശോധിക്കുന്നത് ഇദ്ദേഹം വ്യക്തിഹത്യ നടത്തിയോ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയോ എന്നുള്ള കാര്യങ്ങൾ ആണ് പ്രധാനമായിട്ടും പരിശോധിക്കുക. അതിനോടൊപ്പം തന്നെ ബോബിക്ക് ശേഷം അല്ലെങ്കിൽ ബോബി തുടങ്ങി വെച്ച ആക്ഷേപം സൈബർ ബുള്ളിങ്ങിന് കാരണമായി എന്ന് പറയുമ്പോൾ ബോബി കാരണമാണോ ഇതെല്ലാം സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ കോടതി പരിശോധിക്കുമ്പോൾ ബോബിക്ക് അനുകൂലമായിട്ടായിരിക്കുമോ നിഗമനങ്ങൾ എത്തുക, ഹണിക്ക് അനുകൂലമായിട്ടായിരിക്കുമോ? ഇതിൽ BNS 75 സബ്സെക്ഷൻ 1 ക്ലോസ് A അതാണ് ക്ലോസ് 1 അതാണ് ബോബിക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണമായിട്ട് വന്നത്. അത് നിലനിൽക്കുകയില്ല. ഒരുപക്ഷെ ട്രയലിന് മുമ്പ് തന്നെ ഹൈക്കോടതി ഇത് ആ സെക്ഷൻ എടുത്ത് കളയും. കാരണം അത് വന്നിട്ട് സ്ത്രീത്വത്തെ അവമാനിക്കുക എന്നുള്ള ഒരു വകുപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ക്രിമിനൽ ഫോഴ്സും ഉണ്ടായിരിക്കണം. രണ്ടാമത് അതിന് വേണ്ട ഏറ്റവും വലിയ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഞാൻ ഇന്ന കാര്യം ചെയ്താൽ ഇയാളുടെ സ്ത്രീത്വം അവമാനിക്കപ്പെടും എന്നൊരു ബോധം, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നതിലൂടെ ഇത് സംഭവിക്കും എന്നുള്ള ഒരു, അതായത് ഇൻറ്റൻഷനും നോളജും, ഈ സ്ത്രീയുടെ സ്ത്രീത്വം അവമാനിക്കപ്പെടും ആ രീതിക്ക് ടച്ച് ചെയ്തു. ഒരു ടച്ചിങ്ങും ആവശ്യമാണല്ലോ, യൂസിങ് ഫോഴ്സ്. സപ്പോസ് നാളെ അനീഷ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ് പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് ഇടും. അവിടെ നിന്നൊരു സ്ത്രീ അനീഷിൻ്റെ അയൽവക്കാരിയാണ്, നിങ്ങൾ തമ്മിലൊരു കേസ് വസ്തുതമായ കേസ് നടന്നു, ശത്രുവാണെന്ന് വെച്ചു. അനീഷ് കൺട്രോൾ വിട്ട് അവരുടെ പുറത്ത് പോയി വീണു, സ്പർശനം നടന്നല്ലോ. ഈ സ്ത്രീക്ക് ഇതേ വകുപ്പിൽ കേസ് കൊടുക്കാൻ പറ്റും. കാരണം അനീഷിന് അങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. അതൊക്കെ വേണമെങ്കിൽ പരാതി കൊടുക്കുന്നവർക്ക് പറയാം ഇദ്ദേഹം ദുരുദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. അതല്ല, അത് നമ്മൾ സുപ്രീം കോടതിയിലെ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് മേജർ സിംഗ് എന്ന് പറഞ്ഞ ഏറ്റവും ലാൻഡ്മാർക്ക് കേസ്, പണ്ടത്തെ ഒരു കേസാണ്. അതിൽ കോടതി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീയുടെ ഈ കംപ്ലൈൻറ്റും മൊഴിക്കൊക്കെ അവിടെ ഒരു വിലയില്ല. സപ്പോസ് ഒരു ICUലോ അല്ലെങ്കിൽ അനസ്തേഷ്യയുടെ എൻട്രോ അല്ലെങ്കിൽ മദ്യപിച്ച് ലക്ക് കെട്ട് കിടക്കുന്ന ബോധമില്ലാത്തൊരു സ്ത്രീയെയോ ആണ് അവരുടെ സ്ത്രീത്വം ഈ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി പ്രവർത്തിക്കുന്നത്. അവർക്കിതിനെപ്പറ്റി അറിയേയില്ല, ഇയാൾ കുറ്റക്കാരനല്ലാതാവൂ. അപ്പോൾ അത്തരം കേസുകളിൽ പ്രഥമ പരിഗണന കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ ഇൻറ്റൻഷൻ ആൻഡ് നോളജ്. പക്ഷേ ഒരു സ്ത്രീയെ 2 മിനിറ്റിൽ കൂടുതൽ അല്ലെങ്കിൽ ഏതാനും സെക്കൻഡുകൾ തന്നെ, 2 മിനിറ്റ് തന്നെ പറയുന്നില്ല, ഏതാനും സെക്കൻഡുകൾ തറപ്പിച്ച് നോക്കിയാൽ, ഒരു മുൻ DGP പറഞ്ഞതാണ്, ഇപ്പോഴത്തെ നിയമവ്യവസ്ഥകളുടെ ഒരു പോക്കനുസരിച്ചിട്ട് 2 നിമിഷം അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ അധിക നേരം ഒരു സ്ത്രീയെ തറപ്പിച്ച് നോക്കിയാൽ തന്നെ അതൊരു അവരുടെ സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റമായി വ്യാഖ്യാനിക്കപ്പെടാം. അവർക്ക് അവിടെ ഒരു സേ കിട്ടുകയാണ്, എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ എൻ്റെ സ്ത്രീത്വത്തെ സംശയത്തിൻ്റെ നേരിലാക്കി എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ. അല്ലല്ല, ഇത് ഓരോ കേസിനും വന്നിട്ട് ഓരോ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഉണ്ട്. ഇതേ ഒരു സീൻ ഒരു സിനിമയിൽ ഷൂട്ട് ചെയ്യുന്ന രംഗത്താണെങ്കിൽ ആ സ്ത്രീക്ക് പറയാൻ പറ്റും എന്നെ 14 സെക്കൻഡ് നോക്കിയിരുന്നു ഇല്ല. അപ്പോൾ എല്ലാ കേസിനും ഒരു ഫാക്ട് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസ് അതിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബോബിയുടെ കേസ് എടുക്കാം. ബോബി ഇങ്ങനെ ആക്കുന്നേ ഉള്ളൂ. ഹണി റോസ് കൈ കൊണ്ടുവയ്ക്കുന്നു, ഇദ്ദേഹം കൈ മുകളിലോട്ട് പോകുന്നു, ഡാൻസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരാളിനെ കറക്കാൻ പറ്റില്ലല്ലോ. അവർ സുനേത കറങ്ങുന്നു. ഇവിടെ എന്താണ് ഒരു ക്രിമിനൽ ഫോഴ്സ് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതിനപ്പുറത്തേക്ക് അവർ പറയുന്നത് അവരെ സൈബർ ബുള്ളിങ്ങിന് വിധേയമാക്കി ദ്വയാർത്ഥ പ്രയോഗത്തിൽ സംസാരിച്ചു എന്നുള്ളതാണ്. അത് ഒരു പ്രശ്നമാണ്. ഈ ദ്വയാർത്ഥ പ്രയോഗത്തിന് ഒരു കേസ് എടുക്കാൻ പറ്റത്തില്ലെന്നേ. കാരണം ഹൂ ഈസ് ഗോയിങ് ടു ഡിസൈഡ് ഇത് ദ്വയാർത്ഥമായിരുന്നു എന്ന്. ഇവിടെ തന്നെ ഈ കുന്തി എന്നുള്ളൊരു കുന്തി ദേവി എന്നുള്ള പ്രയോഗമായിരുന്നു. സപ്പോസ് നമുക്ക് മലയാളികൾക്ക് അറിയാം എന്താണ് ബോബി ഉദ്ദേശിച്ച ചേട്ടത്തര എല്ലാവർക്കും അറിയാം. അതെ, ഹൈക്കോടതി ജഡ്ജിമാർക്ക് വരെ മലയാളം അറിയാൻ സംഭവം. ഓക്കെ, സുപ്രീം കോടതിയിലാണ് ഭാവിയിൽ കേസ് പോകണമെങ്കിൽ അവിടെ ഇരിക്കുന്ന ഹർഭജൻ സിംഗ് ആയിരിക്കും ജസ്റ്റിസ്, പഞ്ചാബി. എന്താ കുറ്റം? അത് കുന്തി ദേവി എന്ന് പറഞ്ഞു. ഷീ ഈസ് വെരി ഫേമസ് ഐക്കൺ ക്യാരക്ടർ ഓഫ് ദ മഹാഭാരത. വാട്ട്സ് ദ പ്രോബ്ലം ഇൻ ഇറ്റ്? അല്ല സാർ, ഇത് അവിടെ ഈ കുന്തി ദേവി എന്ന് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ല, കുറ്റമാവും. ഒരു ഏകാർത്ഥ പ്രയോഗമാണെങ്കിൽ ശരി, ഇന്ന ഇത് പറഞ്ഞു അത് ഇന്ന ലാംഗ്വേജ് തെറ്റാണ്.
ഇത് ഇന്ത്യക്കാരൊക്കെ അറിയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇത് കുറ്റമാണെന്ന് എങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം അതിന് പിന്നെ ഇന്ത്യൻ പീനൽ കോഡിൽ വകുപ്പില്ലെന്നേ. ചുരുക്കം പറഞ്ഞാൽ ബോബി തടിയൂരി പോരും. ഇത് അതിൽ ശിക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ ചുമ്മാ കേസ് കൊടുക്കുന്നു. ഇപ്പോൾ ആൾക്കാർ വിചാരിക്കും ജയിലിൽ പിടിച്ചിട്ടപ്പോൾ പുള്ളിയെ ഇനിയിപ്പം ജീവപര്യന്തം ശിക്ഷിക്കും. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ക്രിമിനൽ കേസ് എന്ന് പറയുന്ന ഒരു വാക്ക്, സപ്പോസ് ഗോവിന്ദചാൻ സെഷൻസ് കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു, കമൽ പക്ഷ സാറ് തൂക്കിക്കൊല്ലാൻ വിധിച്ചു, ഞാൻ ജഡ്ജ്മെൻറ്റ് 3-4 പ്രാവശ്യം വെച്ചു, ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതിയിരുന്നു. സുപ്രീം കോടതിയിൽ പോയപ്പോൾ എന്ത് പറ്റി? വെറുതെ വിട്ടു. കൊലക്കുറ്റത്തിന് വധശിക്ഷ. അതായിരുന്നു ബെസ്റ്റ് ഡിസിഷൻ. കാരണം എന്താണ്, ഈ വ്യക്തിക്ക് അന്ന് ആ സൗമ്യം വേണമെങ്കിൽ കൊല്ലാമായിരുന്നു. ബാക്കിയുള്ള കുറ്റങ്ങളൊക്കെ ചെയ്തു, പക്ഷേ കൊന്നില്ലല്ലോ. കൊല്ലാനുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല. കൊല്ലാനുള്ള ഇൻറ്റൻഷൻ ഇല്ലാത്ത വ്യക്തി എങ്ങനെയാണ് കൊലക്കുറ്റത്തിൽ ശിക്ഷിക്കുക? അതായിരുന്നു. അതുപോലെ ഇത്രയും ഒരു വാക്കിനും ഒരു പ്രവൃത്തിക്കും ഒരു എല്ലാത്തിനും അളന്നു കുറിച്ചിട്ടാണ് ഈ ക്രിമിനൽ കേസിൽ ശിക്ഷ വിധിക്കുക. അതും എപ്പോഴും സംശയാതീതമായി ഇയാൾ കുറ്റം ചെയ്തതെന്നും കൂടെ തെളിയിക്കണം. ഈ വകുപ്പൊന്നും ബോബിയുടെ കേസിൽ, ഈ കേസിൽ നടക്കാൻ പോകുന്നില്ല. പിന്നെ വന്നിട്ട് ഐ ടി ആക്ടിൽ എന്താ പറയുന്നത്, പബ്ലിക്കേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇങ്ങനെയുള്ള അത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. എനിക്കറിയില്ല. പുള്ളി പറഞ്ഞു പറഞ്ഞതിന് തുടർച്ചയായിട്ട് വേറെ കുറെ ആൾക്കാർ പറഞ്ഞു. അപ്പോൾ അവർ പ്രതിയാണോ ഈ കേസിൽ? ചാനലുകാർ അല്ല, കുറച്ച് പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുള്ള കമന്റ്സ് ഇട്ടില്ല. ഞാൻ പറഞ്ഞു ഈ ചാനലുകാർ അവർക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ച് ഷൂട്ട് ചെയ്തിട്ട് ഈ ഹണിയെക്കാളും യങ്ങായിട്ടുള്ള പെമ്പിള്ളേർ ഇൻ്റർവ്യൂ എടുക്കുന്നു, ഇവൻ പിന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നു, അത് ആസ്വദിച്ച് ചിരിക്കുന്നു. അതെല്ലാം ബോബിയുടെ പെയ്ഡ് സ്റ്റാഫാണ്. അതൊന്നും മാധ്യമപ്രവർത്തകരായിട്ടോ മാധ്യമപ്രവർത്തനമായിട്ടോ കാണാൻ പറ്റില്ല. അതെല്ലാം ബോബിക്ക് സെൽഫ് പ്രൊമോഷന് വേണ്ടിയിട്ട് പുള്ളി തന്നെ കാശ് കൊടുത്ത് കുറച്ച് പിള്ളേരെ കൊണ്ടിരുന്നു. എന്നാലും ഈ മാധ്യമങ്ങളും അവർക്കും ഈ നിയമമാതകവും അവർ എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നുള്ളത് അവർ നോക്കണം. അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അല്ല, ഇത് ഈ ട്രാൻസ്മിഷനും പബ്ലിക്കേഷനിലും ഈ ബോബിയുടെ ചാനൽ തന്നെയാണ് ചെയ്തതെങ്കിൽ ഓക്കെ, മനസ്സിലായി. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം മറുനാടനിൽ വിളിച്ചിട്ട് ആണ് നിങ്ങളാണ് ഇത് കൊടുക്കുന്നത്, യു ആർ ആൾസോ ഈക്വലി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ക്രൈം. മനസ്സിലായി. അതാണ് ഉള്ള ഇത്. അതുകൊണ്ട് ശിക്ഷിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കുറവ്. താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്. പക്ഷേ ഇതോടൊപ്പം ചേർത്ത് വെച്ച് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ ഒരു വിഷയത്തിൽ ശ്രീ ബോബി ചെമ്മന്നൂരിന് പിന്തുണ കൊടുത്തുകൊണ്ട് രാഹുൽ ഈശ്വർ രംഗത്ത് വന്നൊരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. രാഹുൽ ഈശ്വർ ഈ ഒരു വിവാദത്തിൽ ഇടപെട്ടതോടുകൂടി രണ്ട് രീതിയിലുള്ള കഥകൾ കേൾക്കുന്നുണ്ട്. ഒന്ന്, ഒരു തന്തവൈബ് അല്ലെങ്കിൽ ഒരു കാരണവന്മാരുടെ ഒരു സദാചാര പോലീസിംഗ് ആണ് രാഹുൽ ഈശ്വർ നടത്തുന്നത് എന്നുള്ള തരത്തിൽ ചിലർ ആക്ഷേപം ഉന്നയിക്കുന്നു. മറുഭാഗം ചിന്തിക്കുമ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞതിലും ഒരു കാര്യമില്ലേ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അയാൾ പറഞ്ഞതിൽ സംതിങ് ലോജിക് ഇല്ലേ എന്നുള്ള രീതിയിലും ചില വിലയിരുത്തലുകൾ വരുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ബോബി ചെമ്മന്നൂരിനെതിരെ ഹണി റോസ് നൽകിയ പരാതി അല്ലെങ്കിൽ ഹണി റോസിൻ്റെ വസ്ത്രധാരണ രീതി ശരിയല്ല എന്നൊക്കെ ഉള്ള തരത്തിൽ രാഹുൽ ഈശ്വർ നടത്തിയ പരാതി അല്ലെങ്കിൽ ആ ഒരു പരാമർശം, പരാമർശത്തെക്കുറിച്ച് താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ പല ചർച്ചകളും കണ്ടിട്ടും ആരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കുന്നില്ല. എല്ലാവരും ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തിലുള്ള അവകാശം എന്നുള്ളതിനെ ബേസ് ചെയ്താണ് സംസാരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ രാഹുൽ ഈശ്വറിൻ്റെ അപ്പൂപ്പനോ മറ്റോ ആയിരിക്കുമല്ലോ, ഇപ്പോൾ അവിടുത്തെ തന്ത്രി വിചാരിക്കുക, ആ തന്ത്രി കോട്ടും സൂട്ടും ടൈയെ കെട്ടിയിട്ട് ഷൂ ഒക്കെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഒരു തന്ത്രിയാണെന്ന് നമുക്ക് തോന്നും. ആരെങ്കിലും കാണാൻ ചെല്ലുമോ? അവിടെ മറ്റേ അതിനു വേണ്ട ആ രീതിക്കുള്ള മൂലുകൾ തുടരണം എന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെയല്ല പറയുന്നത്. ഞാൻ നേരത്തെ അത് ഈ തന്ത്രിയുടെയും പ്രൊഫഷനാണ്, കോടികൾ കിട്ടുന്ന ഒരു ഇതാണ്. അവിടെ അങ്ങേര് തന്ത്രിയായിട്ട് കുറിയൊക്കെ അടിച്ച് ഇവിടെയൊക്കെ പെരട്ടിക്കൊണ്ടിരുന്നാലേ ആൾക്കാർക്ക് വിശ്വാസം വരും, ആൾക്കാർ തന്ത്രിയായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇതും ഹണി റോസിൻ്റെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമാണ്. അവിടെ അവരിടുന്ന ഡ്രസ്സിനെ കുറിച്ചിട്ട് പുള്ളിക്ക് അതൊരു പബ്ലിക് മൊറാലിറ്റിക്കോ പബ്ലിക് ഓർഡറിനോ വിരുദ്ധമായ ഒന്നാണെങ്കിൽ ഈ ചാനൽ ചർച്ച ചെയ്തിരുന്ന് പറയേണ്ട കാര്യമില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാം, നിയമപരമായ പരിഹാരം പുള്ളിക്ക് തേടാം. അല്ലാതെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തി ധരിക്കുന്ന വസ്ത്രത്തെ ആരും ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്. ശ്രീ സ്റ്റാലിൻ ദേവൻ എൻ്റെ മുന്നിൽ ഇരിക്കുന്നു. താങ്കളുടെ ഡ്രസ് കോഡ് ശരിയല്ല, താങ്കളുടെ ഡ്രസ് കോഡ് ഈ സമൂഹത്തിൻ്റെ അന്തസ്സിന് ചേർന്ന രീതിയിലല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് എന്ന് കരുതുക. ഓക്കെ, ഞാനത് താങ്കളുടെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് പറയുന്നു, മിസ്റ്റർ സ്റ്റാലിൻ ദേവൻ, താങ്കളുടെ ഡ്രസ്സ് ശരിയല്ല, കുറച്ചുകൂടെ മാന്യ മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്തിട്ട് വേണം ഒരു ഇൻ്റർവ്യൂവിന് വന്നിരിക്കാൻ എന്ന് ഞാൻ പറഞ്ഞു എന്ന് കരുതുക. ഹൈപ്പോത്തറ്റിക്കലാണ്. പക്ഷേ എനിക്കത് പറയാനുള്ള അവകാശമില്ലേ? എനിക്ക് വിമർശിക്കാനുള്ള അവകാശമില്ല. ഞാൻ മാന്യതയുടെ അതിർവരമ്പ് കടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാന്യമായി എനിക്ക് വിമർശിക്കുന്നതിൽ എന്താ തെറ്റ്? രാഹുൽ ഈശ്വർ അതല്ലേ ചെയ്തോളൂ. ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് തന്നെ വിമർശനങ്ങളാണ്. വിമർശിക്കുക, അത് നേരത്തെ പറഞ്ഞതുപോലെ അത്
പബ്ലിക് ഓർഡർ പബ്ലിക് മൊറാലിറ്റിയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് മാന്യമായ രീതിക്ക് ആർക്കെതിരെയും വിമർശിക്കാം. രാഹുൽ ഈശ്വറിന്റെ വിമർശനം മാന്യത കടന്നുപോയി എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് തോന്നുന്നില്ല. താങ്കൾക്ക് തോന്നിയോ? എനിക്ക് ഇതുവരെ എല്ലാം കേട്ടിട്ടില്ല. ഇനി വേറെ വല്ലയിടത്തും പോയി വല്ലതും പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ബട്ട് ബേസിക്കലി രാഹുൽ ഈശ്വറിനെ എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി അല്ല. ബേസ്ലെസ് ആയിട്ടാണ് പുള്ളി എല്ലായിടത്തും സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ, പക്ഷേ ഈ കേസിൽ ഇതുവരെ പുള്ളി സംസാരിച്ചതിൽ വലിയ കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല. ഈ കാര്യത്തിൽ താങ്കൾ രാഹുൽ ഈശ്വറിനോട് യോജിക്കുന്നു? രാഹുൽ ഈശ്വറിനോട് യോജിക്കുന്നു എന്ന് ഞാൻ പറയില്ല. ഇതുവരെയുള്ള ഞാൻ കേട്ട രാഹുൽ ഈശ്വറിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളിൽ വലിയ കുറ്റം ഉണ്ട്, ഒരു ക്രിമിനൽ കേസിന് ഘടകമായേക്കാവുന്ന ഒരു കാരണങ്ങളൊന്നും ഞാൻ അതിൽ കണ്ടിട്ടില്ല. മനസ്സിലായി. അതുകൊണ്ട് ഈ ഒരുപക്ഷേ രാഹുൽ ഈശ്വറിനൊക്കെ ഈ ഹണി റോസിനെ വീണ്ടും വലിച്ചഴിച്ച് കൊണ്ടുവരികയായിരിക്കും. ഇവർ 4, 5, 10 പേർക്കെതിരെ ഇതിൽ കേസ് കൊടുക്കുമ്പോൾ അവരുടെ കേസിൻ്റെ ക്രെഡിബിലിറ്റിയും നഷ്ടപ്പെടും. അതുകൊണ്ട് ഹണി റോസൊക്കെ ചെയ്യേണ്ട ഒരു കേസ് ബോച്ചയ്ക്കെതിരെ കൊടുത്തു കഴിഞ്ഞു. ഇനി വന്നിട്ട് ഇതുപോലെയുള്ള മാരണങ്ങൾ വന്ന് കയറുമ്പോൾ അതിൻ്റെ പുറകെ പോകാതിരിക്കുകയാണ് ബുദ്ധി. നിലവിൽ അവർ എന്തായാലും രാഹുൽ ഈശ്വറിനെതിരെ ഒരു കേസ് കൊടുത്തു, അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ ആ കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ബോച്ചയ്ക്കെതിരായ കേസ് തള്ളിപ്പോകും എന്ന് പറയുന്നത് പോലെ ഈ രാഹുലിനെതിരായ കേസും തള്ളിപ്പോയാൽ അത്ഭുതപ്പെടാനില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ യോജിക്കുമോ? ഒരു അത്ഭുതവുമില്ല. ഇത് കൊടുത്താലും ഇപ്പം ഞാൻ കണ്ടിടത്തോളം രാഹുൽ ഈശ്വറിൻ്റെ അഭിപ്രായത്തിനെ വെച്ചിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തൊരു കേസ് ചാർജ് ചെയ്താൽ പോലും അതൊന്നും നിലനിൽക്കില്ലെന്നേ. ഒരു കേസ് ഒരു പ്രതിയെ ശിക്ഷിപ്പിക്കുക എന്നുള്ളത് വളരെ പാടുപെട്ട പ്രയാസകരമായ ഒരു ജോലിയാണ്. ഏതായാലും ഇപ്പോൾ കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലാണ്. കോടതി എന്ത് തീരുമാനമാണ് ഇതിൽ കൈക്കൊള്ളുക എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ചർച്ചകളാകാം. നന്ദി.